യാത്ര പറയാൻ വന്നതാ. മല്ലിയുടെ കല്യാണത്തിനുള്ള ഈ ആഭരണങ്ങൾ വിറ്റിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തെങ്കിലും അഭിപ്രായം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഞാനിവിടെ നിൽക്കണില്ല. റഹ്മാൻ ടൗണിലൊരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും. എന്നാലും ഇത്രയും വലിയ തുക മടക്കി വാങ്ങാതെ? എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കില്ല. ഉണ്ടാകുമ്പോ തന്നാ മതി. ഇറങ്ങട്ടെ. ശരവണ, ഇതാ അച്ചാർ ഐറ്റംസ്. അയ്യോ, എന്റെ ജീവാമൃതം. ശരവണ, അഡ്വാൻസ് ആയിട്ട് കൊടുത്ത 1,00,000 രൂപ മടക്കി വാങ്ങാതെ ഇവിടം വിട്ട് പോകുന്ന അത്ര നല്ല ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ? കണ്ടിട്ട് ചതിക്കണ കൂട്ടരൊന്നല്ല. കാശ് കിട്ടി തരാതിരിക്കില്ല. വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ ഞാനങ്ങ് പേടിക്കുന്നു. പൊളിച്ചെടുക്ക്, ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. അയ്യോ പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരി. ഇനി ഒരു അടി മുന്നോട്ട് വെച്ച് നോക്കടാ.
വല്യപ്പയ്ക്ക് തന്തയുടെ അവകാശം പറഞ്ഞോണ്ട് ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തിയ സ്വന്തം അമ്മയ്ക്ക് വായിക്കരിടാൻ നാട്ടുകാർ പോണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത്, കളിയുടെ പൊടിപൂരം. പോയി വാ ശീക്രം. ഞാൻ അന്നേ പറഞ്ഞതാ, കുലുവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന് വേണ്ടി എന്നെ തന്ന ചിക്കിൽ വാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, ഹാ! രണ്ടു മൂന്ന് പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമട്ടുകൾ തന്നെ. ജോസേട്ടന് അവരൊന്ന് പരിചയപ്പെടണമല്ലോ. ഈ ഓർമ്മയ്ക്കായിട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ടാ പറഞ്ഞ എടാ കണാരാ ഏറെ ഒപ്പിട്ട് വാങ്ങൂലടാ. ഓട്ടോഗ്രാഫ്. ആ അത് തന്നെ. നിന്റെ മറ്റേ വകയിലെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ അതൊരെണ്ണം സംഘടിപ്പിക്കണം. ജോസേട്ടാ അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ ഇടകളാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ആരെ കൊണ്ടിട്ടാലും എന്റെ കാര്യം നടന്നിരിക്കണം. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാണ് നിന്നെ വിട്ടുകൊണ്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിനിടയ്ക്ക് നാർത്തരം കാണിക്കാൻ നിന്ന കിടഹാവേ